നമസ്കാരം. ഞാൻ ബിജീഷ് ഉള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റിയിൽ വരും ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ്. ഈ ഒരു ട്രെൻഡ് നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും കുറിച്ചുള്ള ലോങ് ടൈം വ്യൂ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ കാണുന്നത് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ കൃത്യമായിട്ട് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് നിഫ്റ്റിയിലായാലും ഇനി അടുത്തൊരു ബൈരോ ഓപ്പർച്യൂണിറ്റിക്ക് ഒരു സാധ്യത ഉണ്ടെങ്കിൽ നിഫ്റ്റി 22,500 400 ആ ഒരു റേഞ്ചാണ്. ഈ ഒരു റേഞ്ചാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റേഞ്ച് വരുന്നത്. ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും ലോവർ ലെവൽ റേഞ്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു റേഞ്ച് നിഫ്റ്റി ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് അടിസ്ഥാനമാക്കിയായിരിക്കും ഇനി വരാൻ പോകുന്ന ഒരു ട്രെൻഡ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ അതിനെക്കുറിച്ച് മനസ്സിലാവും. അപ്പോൾ നിഫ്റ്റിയിലായാലും വരും ദിവസങ്ങളിൽ നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം. കഴിഞ്ഞ ദിവസത്തെ ഒരു മാർക്കറ്റിലായാലും കുറേ ദിവസത്തിന് ശേഷമായാലും നിഫ്റ്റിയിലായാലും വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിരിക്കുന്ന ഒരു ദിവസമായിരുന്നു. നിഫ്റ്റിയിലും തുടക്കത്തിൽ ഒരു സപ്പോർട്ടിന്റെ ഒരു മുകളിലായിരുന്നു ഓപ്പൺ ചെയ്തിരുന്നത്. അതിനുശേഷം തിരിച്ചൊരു സപ്പോർട്ടിന്റെ ഒരു താഴത്തേക്ക് വന്നപ്പോൾ നിഫ്റ്റിയിലായാലും ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നു. പക്ഷെ സഡൻ ആയിട്ടൊരു ഫാളായിരുന്നു. തൊട്ടടുത്തൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നൽകുമ്പോൾ ഇപ്പോൾ നമ്മളത് പറയാറുണ്ട് 22,640. നിഫ്റ്റിക്കായാലും ക്വിക്കായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇപ്പം സപ്പോർട്ട് ലെവലിൽ ഇപ്പം സേഫ്. അപ്പൊ അതിനുശേഷം നിഫ്റ്റിയിലായാലും കഴിഞ്ഞ ദിവസം നിഫ്റ്റിക്കായാലും 22,695 മുകളിലേക്ക് നിഫ്റ്റിക്കായാലും സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത് റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്ന് വന്നിട്ടാണ് നിഫ്റ്റിക്കായാലും ആ ഒരു ഫാള് വന്നിരിക്കുന്നത്. അതിനുശേഷമായാലും വീണ്ടും 22,640 സപ്പോർട്ടും ബ്രേക്ക് ചെയ്തിരുന്നു. പക്ഷെ തൊട്ടടുത്ത് തന്നെ സപ്പോർട്ടുകളുണ്ട്. നമ്മൾ സപ്പോർട്ടുകളൊക്കെ അപ്ഡേറ്റ് ചെയ്തിരുന്നു. ആ സപ്പോർട്ടിൽ നിന്നൊക്കെ ഒരു ബൗൺസ് ചെയ്തത് കൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു സഡൻ ആയിട്ടുള്ള ഒരു ഫാൾ അല്ലായിരുന്നു. ഒരു വോളറ്റാലിറ്റി ഉള്ള ഒരു ലോവർ ലെവലിലേക്ക് തന്നെ ട്രെൻഡ് ഉള്ള ഒരു മാർക്കറ്റ് തന്നെയായിരുന്നു. അതായത് ഓരോ സപ്പോർട്ടിൽ നിന്നും അത് ബൗൺസ് ചെയ്യാനായിട്ട് നിഫ്റ്റി അത് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റിയിലായാലും ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും ഏത് ദിവസത്തിൽ ട്രേഡ് ചെയ്യുമ്പോഴായാലും ശ്രദ്ധിക്കേണ്ടത് നിഫ്റ്റിയിലായാലും ഇൻ കേസ് ഷോർട്ട്സ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിലും സപ്പോർട്ട് അവിടെ ഉണ്ടെങ്കിൽ ആ ഒരു റേഞ്ചിൽ നിന്ന് നിഫ്റ്റി എന്തായാലും ബൗൺസ് ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മളെപ്പോഴും നൽകുന്നത് നിഫ്റ്റിക്കായാലും ബൗൺസ് ചെയ്യാനും അല്ലെങ്കിൽ ചെറിയൊരു മൊമെന്റം മുകളിലേക്ക് നടത്താനും സാധ്യമായിട്ടുള്ള ഒരു സപ്പോർട്ടുകളാണ് നൽകുന്നത്. അപ്പോൾ ഇൻ കേസ് ഷോർട്ട്സ് ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ എപ്പോഴും ആ ഒരു സപ്പോർട്ടിന്റെ അടുത്ത് നിന്ന് എപ്പോഴും പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നത് സേഫ് ആണ്. പിന്നെ അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളെപ്പോഴും ബൈനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. എപ്പോഴും അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ലെവലിൽ നിന്നാണ് നമുക്ക് നല്ലൊരു ബൈര ഓപ്പർച്യൂണിറ്റി ലോവർ ലെവൽ സപ്പോർട്ടിൽ നിന്നൊക്കെ എടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എപ്പോഴും നല്ല ബൈര ഓപ്പർച്യൂണിറ്റി തിരിച്ചടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിലാണ് നല്ലൊരു ബൈര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ നിഫ്റ്റിയിലായാലും ഇപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇപ്പോൾ നിഫ്റ്റിയിലും വരും ദിവസങ്ങളിൽ ഈ ലോവർ ലെവൽ കുറച്ചൊരു ഡേഞ്ചർ സോൺ ആണ്. ലോവർ ലെവൽ എങ്ങനെ നിലനിർത്തും എന്നത് അടിസ്ഥാനമാക്കിയായിരിക്കണം നിഫ്റ്റിയിലെ ആ ഒരു ട്രെൻഡ് വരുന്നത്. ഇതൊക്കെ വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യുന്ന ഒരു രീതി ശ്രദ്ധിക്കാം. ഈ ഒരു ലെവലിലൊക്കെ അടുത്തൊരു റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈര ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകണം. നിഫ്റ്റിയുടെ സപ്പോർട്ട് ലെവലാണ്. അതായത് 22,530 ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് കാണുന്നത്. ഇപ്പോൾ നിഫ്റ്റിയിലായാലും ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും ശ്രദ്ധിക്കേണ്ടത് സപ്പോർട്ടിലാണോ എന്ന് ശ്രദ്ധിക്കണം. 22,475 സപ്പോർട്ടാണ്. അഗ്രസീവ് ആയിട്ടുള്ള ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻസ് നൽകരുത്. ചെറിയ ടൈം ഫ്രെയിമിലെ ബൈര ഓപ്പർച്യൂണിറ്റി ചെറിയ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് തന്നെ ബൈര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ ക്വിക്ക് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അടുത്ത റെസിസ്റ്റൻസിന്റെ അടുത്ത് എത്തുമ്പോഴേക്കും ചെയ്യുന്നത് സേഫ് ആയിരിക്കും. 22,530 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ബൈര ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാവുന്നതാണ്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് 22,530 മുകളിലാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിലോ വലിയ ടൈം ഫ്രെയിലോ ബൈര ഓപ്പർച്യൂണിറ്റി കിട്ടി യൂട്ടിലൈസ് ചെയ്യാം. 570 അടുത്ത റെസിസ്റ്റൻസ്. അതിനുശേഷം അടുത്ത റെസിസ്റ്റൻസ് 22,620 അടുത്ത റെസിസ്റ്റൻസ്. അപ്പൊ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് 22,475 475 താഴെയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. ചെറിയ ടൈം ഫ്രെയിമിന്റെ ലോ താഴോട്ട് ബ്രേക്ക് ചെയ്ത ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു ലെവലാണിത്. 22,430 സപ്പോർട്ട് ഉണ്ട്. 430 താഴെ 375 സപ്പോർട്ട് ഉണ്ട്. ഈ ഒരു സപ്പോർട്ട് മാനേജ് ചെയ്യേണ്ടത് തിരിച്ച് ഈ റെസിസ്റ്റൻസിന്റെ മുകളിലോട്ട് കയറുന്നുണ്ടോ ശ്രദ്ധിക്കുക. ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് കയറുന്നുണ്ടെങ്കിൽ ബൗൺസിനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇൻ കേസ് തിരിച്ച് കയറുന്നില്ലെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ബൈര ഓപ്പർച്യൂണിറ്റി അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്യരുത്.
അപ്പോൾ നിഫ്റ്റിയിലായാലും ഇത്തരം ലെവലുകൾ ഫോളോ ചെയ്ത് ഇൻട്രാഡേ ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. ഈസി ആയിട്ട് നിഫ്റ്റിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയും കഴിഞ്ഞ ദിവസം ഒരു മാർക്കറ്റിൽ ശ്രദ്ധിക്കുക, തുടക്കത്തിൽ ഒരു സപ്പോർട്ടിൽ നിന്നായത് കൊണ്ട് തന്നെ ഒരു ബൗൺസ് ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് 22,800 തിരിച്ച് താഴോട്ട് ബ്രേക്ക് ചെയ്തപ്പോൾ 22,800 തിരിച്ച് താഴോട്ട് ബ്രേക്ക് ചെയ്തപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും ആ ഒരു ഫാൾ ആക്റ്റീവ് ആയിരുന്നു. നമ്മൾ സപ്പോർട്ടുകൾ നൽകിയിരുന്നു. അപ്പൊ എപ്പോഴും പറയാറുണ്ട്, സപ്പോർട്ടുകൾ എപ്പോഴും ശ്രദ്ധിക്കണം. സപ്പോർട്ടിൽ നിന്നാണ് ബാങ്ക് നിഫ്റ്റി അത് ബൗൺസ് ചെയ്തിരുന്നത്. അപ്പോൾ സപ്പോർട്ടിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തൊട്ടടുത്തൊരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിഫ്റ്റിക്ക് പ്രോഫിറ്റ് ബുക്കിംഗ്, ഇൻ കേസ് ബൈർ ഓപ്പർച്യൂണിറ്റി, ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഒക്കെ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നതാണ് എപ്പോഴും സേഫ്. കാരണം ആ ഒരു സൈഡ് വൈസ് ഒരു മൊമെന്റം നിലനിൽക്കാൻ സാധ്യമായിട്ടുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ തൊട്ടടുത്തുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ വരുന്നത്. അപ്പൊ അതനുസരിച്ച് എപ്പോഴും മാനേജ് ചെയ്യുക. വരും ദിവസങ്ങളായാലും ബാങ്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യുമ്പോൾ ബാങ്ക് ശ്രദ്ധിക്കേണ്ട ലെവൽ നോക്കാം. ലോവർ ലെവൽ ബാങ്ക് നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവലുകളുണ്ട്. അപ്പോൾ വരും ദിവസം ഒരു മാർക്കറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ലോവർ ലെവല് 48,310, അതുപോലെ തന്നെ 48,200, ഈ ലെവലിലൊക്കെ കുറച്ചൊരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവലാണ്. അപ്പൊ ഈ ഒരു സപ്പോർട്ടിന്റെ അടുത്ത് നിന്ന് അഗ്രസീവായിട്ട് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ചെയ്യുന്നുണ്ടെങ്കിൽ എക്സാക്ട് ആയിട്ട് സപ്പോർട്ടിന്റെ ഒരു താഴെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാം. ക്വിക്കായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നടത്തുക. തിരിച്ച് ഇതിന് മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്താൽ ഒരു കാരണവശാലും ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്യരുത്. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് സാധ്യത എപ്പോഴും സപ്പോർട്ടിന്റെ ഒരു താഴെ ഒരു ഓപ്പണിങ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് ഒരു സാധ്യതയാണ്. 48,515 താഴെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ചെറിയ ടൈം ഫ്ലാഷ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 48,310 സപ്പോർട്ട്. വീണ്ടും തിരിച്ചതിന്റെ മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും റെസിസ്റ്റൻസിന്റെ താഴെയാണെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് നൽകുക. ചെറിയ ടൈം ഫ്രെയില്, വലിയ ടൈം ഫ്രെയില് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻറ്റ് നൽകുക. ബാങ്ക് നിഫ്റ്റി ലോവർ ലെവലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് 48,200, 310 എന്ന് പറയുന്ന റേഞ്ച്. ഹയർ ലെവലിൽ ഇത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും ഇത്ര ലെവലുകൾ ഫോളോ ചെയ്തുകൊണ്ട് എക്സാക്ട് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫിൻ നിഫ്റ്റി നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റിയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഫിൻ നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന റെസിസ്റ്റൻസിന്റെ ഒരു വർക്കിംഗ് എപ്പോഴും ശ്രദ്ധിക്കാം. ഫിൻ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. ഇപ്പൊ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഒക്കെ പോലെ ഫിൻ നിഫ്റ്റി ഓപ്പൺ ചെയ്തത് 21,635 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ടാണ് നിഫ്റ്റിയുടെ ഓപ്പൺ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫിൻ നിഫ്റ്റിയുടെ ഓപ്പൺ, അതുകൊണ്ട് തന്നെ ചെറിയ ടൈം ഫ്രെയിമിലെ ബൈർ ഓപ്പർച്യൂണിറ്റി ഫിൻ നിഫ്റ്റിയിലായാലും അത് കിട്ടും. പക്ഷെ റെസിസ്റ്റൻസ് 21,675 ഇവിടെയാണ് റെസിസ്റ്റൻസ് വരുന്നത്. ഇപ്പൊ റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് തന്നെ ഫിൻ നിഫ്റ്റി റിവേഴ്സ് ആയത് നോക്കുക. 21,665 21,665 അടുത്ത് നിന്നാണ് സ്ട്രഗിൾ ചെയ്തത്. കാരണം ഇതൊരു റെസിസ്റ്റൻസ് ആണ്. ഇപ്പൊ റെസിസ്റ്റൻസ് എത്തുമ്പോൾ എപ്പോഴും പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നതാണ് എപ്പോഴും സേഫ്. അടുത്ത ബൈർ ഓപ്പർച്യൂണിറ്റി 21,675 മുകളിൽ മാത്രമാണ് ബൈർ ഓപ്പർച്യൂണിറ്റി. അപ്പൊ ഇവിടുന്ന് കൂടുതൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്കാണ് റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്ന് നമുക്കൊരു സാധ്യത എപ്പോഴും വരുന്നത്. അപ്പൊ അതിനുശേഷം സപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു, ലോവർ ലെവലിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫിൻ നിഫ്റ്റിയിലും തിരിച്ച് കയറാനായിട്ട് ശ്രമിച്ചപ്പോൾ ശ്രദ്ധിക്കുക, 21,635 മുകളിലേക്ക് ഫിൻ നിഫ്റ്റിക്ക് നിലനിൽക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. അപ്പൊ എപ്പോഴും റെസിസ്റ്റൻസ് ആണ് എപ്പോഴും ഈ ഒരു ലെവൽ വരുന്നത്. റെസിസ്റ്റൻസിനെ അതേ രീതിയിൽ എപ്പോഴും ട്രീറ്റ് ചെയ്യുക. റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് മാത്രമാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ഇപ്പോൾ വരും ദിവസങ്ങളായാലും ഇപ്പോൾ ഫിൻ നിഫ്റ്റിയിലെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവല്. ലോവർ ലെവല് സപ്പോർട്ട് ഉണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന സപ്പോർട്ടുകളൊക്കെ ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും 21,455 ശ്രദ്ധിക്കുക. 21,455 ശ്രദ്ധിക്കേണ്ട ഒരു സപ്പോർട്ടാണ്. അപ്പൊ അതിനൊരു താഴെയാണോ മുകളിലാണോ എന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ 21,310, 21,200 ഇത് ലോവർ ലെവൽ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലാണ്. അപ്പൊ ഈ ഒരു സപ്പോർട്ട് ലെവലിന്റെ അടുത്ത് നിന്ന് അഗ്രസീവായിട്ട് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാതിരിക്കുക. കൃത്യമായിട്ടുള്ളൊരു എൻട്രി കിട്ടിയാൽ മാത്രം ചെയ്യുക. കൃത്യമായിട്ടുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത് സപ്പോർട്ടിന്റെ ഒരു താഴെ
വന്നതിന് ശേഷം ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് സപ്പോർട്ടിലാണെങ്കിൽ ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത്. ഇവിടെ ഒരു സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത്. ഓപ്പൺ ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് സപ്പോർട്ടിലാണെങ്കിൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാതെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രം ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ ഹയർ ലെവൽ റെസിസ്റ്റൻസ് വരുന്നത് 21,560 റെസിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ 21,505 റെസിസ്റ്റൻസ് ആണ്. 505ന്റെ അടുത്താണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കുക. 505, 560 എന്ന് പറയുന്ന ഒരു റേഞ്ച് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ 21,620 അടുത്ത റെസിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് റെസിസ്റ്റൻസുകൾ ശ്രദ്ധിക്കുക. അപ്പോൾ റെസിസ്റ്റൻസിന്റെ മുകളിലാണോ താഴെയാണോ അതിനനുസരിച്ച് എപ്പോഴും ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. സപ്പോർട്ടിനൊരു താഴെയാണെങ്കിൽ ഷോർട്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. ഏറ്റവും ചെറിയ സ്റ്റോപ്പ് ലോസിൽ ട്രേഡുകൾ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാർക്കറ്റിൽ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.